ഹലോ, അങ്ങനെ പെട്രോൾ അടിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ റെയിൽവേ ഗേറ്റ് ക്ലോസ്. ട്രെയിനിന്റെ വീട് എടുത്തോണ്ട് നിന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ബാക്കിലോട്ട് നോക്കിയപ്പോൾ ആൾക്കാർ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പെണ്ണ് ട്രെയിൻ കണ്ടിട്ടില്ലേ? സമയം ഒരുപാട് പോയി. മനസ്സിലാണെങ്കിൽ അന്നദാനത്തിന്റെ ചിന്ത മാത്രം. ദൂരെ വെച്ച് നോക്കിയപ്പോൾ ആൾക്കാരെയൊന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച അന്നദാനം തീർന്നു പോയെന്ന്. സംഭവം എന്നല്ല, അന്ന് അന്നദാനം കൊടുത്തോണ്ടിരുന്നത് പുറത്ത് വെച്ചായിരുന്നു. ഇപ്പൊ അകത്ത് വെച്ചാണ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ അവർ ഒരുപാട് ചോറിട്ടു. ചേട്ടനാണെങ്കിൽ ഒത്തിരി ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചേട്ടൻ പെട്ടെന്ന് കഴിച്ചു. ഞാനാണെങ്കിൽ പയ്യെ പയ്യെ അവിടെ നിന്ന് കഴിക്കുമായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് സന്തോഷത്തോടെ അന്നദാനം കഴിച്ചു. അതിനുശേഷത്തെ നാരങ്ങളം കുടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കടയിലേക്ക് പോവുകയാണ്. അങ്ങനെ അടുത്തുള്ള കടയിലൊന്നും നിർത്തിയില്ല. ചേട്ടൻ നേരെ ആറ്റിങ്ങിലേക്കാണ് പോയത്. ആറ്റിങ്ങിൽ ചെന്നിട്ടാണ് പറയുന്നത് കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. അങ്ങാടിക്കടയിൽ വന്നപ്പോഴാണ് ഒരു കാര്യം മേടിക്കണമെന്ന് ഓർത്തത്, ചെന്നിനായകം. കാരണം മോളാണെങ്കിൽ 24 മണിക്കൂറും വിരലുറക്കമാണ്. ഇതിനു മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കാം. വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂറായി. അതിനെന്തായാലും പരിഹാരമായി. ഈ ഒരു ചെടി കാണുമ്പോൾ അമ്മയോ ഓർമ്മ വരും. കാരണം ഇതിന്റെ പല കളേഴ്സും വീട്ടിൽ കൊണ്ട് നട്ടിട്ടുണ്ട്. പുള്ളിക്കാരി എപ്പോഴും ബിസിയാണ്. കാരണം ഇതിന്റെ പുറകെയാണ്. ഇവിടെ വന്നപ്പോൾ എന്റെ സ്വഭാവം പെട്ടെന്ന് മാറി. ലൈം വേണ്ട, പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാന്ന്. ജ്യൂസിന്റെ ഗ്ലാസ് കണ്ട് ഞാൻ തന്നെ തളർന്നു പോയി. അതിനകത്ത് ഇറങ്ങി കുടിക്കാം. അത്രയ്ക്ക് വലിയ ഗ്ലാസ് കേട്ടോ. എനിക്ക് ഇത്രയും വലിയ ഗ്ലാസ്സിലൊന്നും വേണ്ടായിരുന്നു. അവസാനം കുടിക്കാൻ വയ്യ. ചേട്ടനൊരു കരിക്കൻ ഷേക്കാണ് കുടിച്ചത്. അങ്ങനെ കിണർ വറ്റിച്ചതുപോലെ ഞാൻ എങ്ങനെയെങ്കിലും കുടിച്ചു തീർത്തു. ഈ ഒരു ഐഡിയ കൊള്ളാലോ. ഇതൊക്കെ എന്ത്? അവിടെ വെച്ച് ഞാൻ ചോദിച്ചതാണ്, ചേട്ടാ ഇത് പിടിക്കണോ എന്ന്. അപ്പൊ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ശരി, മനസ്സിലൊക്കെ ഐഡിയസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കല്ലേ. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.